ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് LSS ക്ലാസ് 32 കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പര്യായ പദങ്ങൾ അല്ലെങ്കിൽ സമാനാർത്ഥ പദങ്ങളാണ് നോക്കുന്നത്. നമ്മളിതാ കുറച്ചെണ്ണം നോക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് നോക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ LSS ക്ലാസ് തുടങ്ങിയിട്ട് 32-ാമതായിട്ടോ. ഇപ്പോൾ നമ്മളൊരു LSSൻ്റെ പുതിയ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഈ നമ്പറിൽ വാട്സപ്പിൽ ഹായ് LSS എന്ന് എഴുതിയിട്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ട് നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാവും. നിങ്ങളുടെ ക്ലാസ് വന്നത് അറിഞ്ഞില്ലെങ്കിൽ ഗ്രൂപ്പിൽ വരും. പിന്നെ LSSൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ വരും, നോട്ട്സും എല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പര്യായ പദങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൈയിൻ്റെ പര്യായ പദം തന്നെ നോക്കാം കേട്ടോ. കൈയിൻ്റെ പര്യായ പദങ്ങൾ 3 ഉണ്ട് കേട്ടോ. അപ്പോൾ 1 കരം, ഹസ്തം, ബാഹു. കൈയിൻ്റെ പര്യായ പദങ്ങളാണ് കരം, ഹസ്തം, ബാഹു. ഇനി ചിറകിൻ്റെ പര്യായ പദം നോക്കാം കേട്ടോ. ചിറകിൻ്റെ പര്യായ പദമാണ് പത്രമാണ് ചിറകിൻ്റെ പര്യായ പദം. നിങ്ങൾ വിചാരിക്കും പത്രം എന്ന് പറയുന്നത് ഈ പത്രമല്ലേ, പക്ഷേ ചിറകിൻ്റെ പര്യായ പദമാണ് പത്രം കേട്ടോ. ഇനി സ്വപ്നത്തിന് കിനാവ്, ഇനി ചന്ദ്രൻ തിങ്കൾ, ഇനി കാറ്റ് അനിലൻ, പവനൻ മാരുതൻ. ഇനി മഞ്ഞ് ഹിമം തുഷാരം നീഹാരം, മഞ്ഞ് ഹിമം തുഷാരം നീഹാരം. ഇനി ആകാശം മാനം അഭിമാനം അളവ്. ഇനി നക്ഷത്രം താരം നാരകം ഉടു. ഇനി മഴ മാരി വർഷം വൃഷ്ടി. ഇനി നിലാവ് ചന്ദ്രൻ കൗമുദി ജ്യോത്സ്ന. നിലാവ് ചന്ദ്രിക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു സോപ്പിൻ്റെ പേരാണ് ചന്ദ്രിക. കൗമുദി ജ്യോത്സ്ന. ഇനി കടൽ സമുദ്രം ആഴി പാരാവാരം. ഇനി അമ്മ ജനനി മാതാവ് ജനയത്രി. ഇനി പൂമ്പാറ്റ ചിത്രശലഭം ചിത്രപതംഗം. ഇനി നദി തരംഗിണി തടിനി സരിത്ത്. ഇനി ലാസ്റ്റ് 1 ആണ് കേട്ടോ, പാട്ടിന് സംഗീതം ഗാനം ഗീതം. ഇത് 3 ആണ് കേട്ടോ. നമ്മൾ ഇത്രയും പര്യായ പദങ്ങൾ പഠിച്ചു കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു ഓപ്പറേഷൻ കുറിച്ചാണ് പഠിക്കുന്നത്. ഒരു ഓപ്പറേഷൻ കേട്ടോ. അപ്പോൾ ഓപ്പറേഷൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ രക്ഷിത എന്നാണ്. ഓപ്പറേഷൻ രക്ഷിത. ഇപ്പോൾ LSSന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഞാൻ വായിക്കാം. ട്രെയിനിൽ യാത്രക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി മദ്യപിച്ചുകൊണ്ടോ മറ്റു ലഹരികൾ ഉപയോഗിച്ചുകൊണ്ടോ റെയിൽവേ സ്റ്റേഷനിൽ കോമ്പൗണ്ടിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതും പിടിക്കപ്പെട്ടാൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമായ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതും പഠിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ LSS ഗ്രൂപ്പിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട.